നമസ്കാരം. ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് അഭിമാനത്തോടെ ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന പേരുകളിൽ ഒന്നാണ് സുനിൽ ഛേത്രി. ആധുനിക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവർക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന ഏക ഇന്ത്യൻ താരവും അദ്ദേഹം തന്നെയാണ്. ഒരു സ്ട്രൈക്കർക്ക് ആവശ്യമായ ഉയരമോ ശാരീരിക മികവോ ഇല്ലാതിരുന്നിട്ടും ഈ കുറിയ മനുഷ്യൻ തന്റെ അസാധാരണമായ ഗോൾ സ്കോറിംഗ് പാടവം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇരു കാലുകൾ കൊണ്ടും ഷോട്ടുകൾ ഉതിർക്കാൻ മിടുക്കും ബോക്സിനുള്ളിൽ ഏത് ആംഗിളിൽ നിന്നും ഗോൾ നേടാനുള്ള കഴിവും ഛേത്രിയെ എതിർ ടീം ഡിഫൻഡർമാരുടെ പേടി സ്വപ്നമാക്കി മാറ്റുകയും ചെയ്തു. ഏത് പ്രതിരോധ മതിലും മറികടന്ന് ബുള്ളറ്റ് ഹെഡറുകളിലൂടെ ഗോളുകൾ നേടാനും മിടുക്കനാണ് അദ്ദേഹം. പകരം വെക്കാനില്ലാത്ത ഇതിഹാസത്തെയാണ് ഛേത്രിയുടെ വിരമിക്കലിലൂടെ ഇന്ത്യക്ക് നഷ്ടമാവുന്നത്. ഫുട്ബോൾ എന്നത് ഛേത്രിയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ മാത്രമല്ല, അമ്മയും ഫുട്ബോൾ താരമായിരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. ഛേത്രിയുടെ അച്ഛൻ ഗാർക്ക ഛേത്രി ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ആർമിയുടെ ഫുട്ബോൾ ടീമിനായി അദ്ദേഹം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഛേത്രിയുടെ അമ്മ സുശീല ഛേത്രിയും അവരുടെ ഇരട്ട സഹോദരിമാരും നേപ്പാളിന്റെ ദേശീയ ഫുട്ബോൾ ടീമിന് വേണ്ടിയും പന്ത് തട്ടിയിട്ടുണ്ട്. സെക്കന്ദരാബാദിലാണ് ഛേത്രി ജനിച്ചതെങ്കിലും ഡൽഹിയാണ് അദ്ദേഹം സ്വന്തം നാടായി ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഗാങ്ടോക്കിലായിരുന്നു ഛേത്രിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. പിന്നീട് കുടുംബത്തോടൊപ്പം ഡൽഹിയിലേക്ക് മാറിയ അദ്ദേഹം ആർമി പബ്ലിക് സ്കൂളിലാണ് തുടർ വിദ്യാഭ്യാസം നടത്തിയത്. ഇതിനുശേഷം അശുതോഷ് കോളേജിലേക്ക് മാറിയ ഛേത്രിക്ക് 12ാം ക്ലാസ് വരെ മാത്രമേ പഠിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 2001 ഒക്ടോബറിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ സ്കൂൾസ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചതോടെ അദ്ദേഹം പഠനം മതിയാക്കി പൂർണ്ണമായും ഫുട്ബോളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2002 ഇന്ത്യൻ ഫുട്ബോളിലെ പവർ ഹൗസുകളായ മോഹൻ ബഗാനിലേക്കുള്ള കൂടുമാറ്റമാണ് ഛേത്രിയുടെ ഫുട്ബോൾ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത്. അവർക്കൊപ്പം 3 സീസണുകൾ ചെലവിടാൻ കഴിഞ്ഞത് ഒരു ഫുട്ബോളർ എന്ന നിലയിൽ തന്റെ കരിയറിൽ വലിയ ഗ്രോത്ത് ആണ് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. വലിയ കാണികൾക്ക് മുന്നിൽ ഉയർന്ന സമ്മർദ്ദമുണ്ടാകുന്ന മത്സരങ്ങളിൽ കളിക്കാൻ സാധിച്ചത് ഛേത്രിക്ക് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ബഗാൻ വിട്ട ശേഷമാണ് അദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള JCTയിലേക്ക് എത്തിയത്. ഛേത്രി താരപദവിയിലേക്ക് ഉയർന്നതും ഇവിടെ വെച്ച് തന്നെയാണ്. 48 മത്സരങ്ങളിൽ നിന്നും 22 ഗോളുകൾ അദ്ദേഹം അവർക്കായി സ്കോർ ചെയ്തു. പിന്നീട് ഈസ്റ്റ് ബംഗാൾ, ഡെംപോ, കാൻസാസ് സിറ്റി, വിസാർഡ്സ്, ചിരാഗ് യുണൈറ്റഡ്, സ്പോർട്ടിംഗ് CP, ചർച്ചിൽ ബ്രദേഴ്സ്, ബാംഗ്ലൂർ FC, മുംബൈ സിറ്റി തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള ക്ലബ്ബുകളിൽ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് പാടവം തുടർന്നുകൊണ്ടേയിരുന്നു. 2005 ഇന്ത്യക്കായി അരങ്ങേറിയ അദ്ദേഹം ഇതിനകം 94 ഗോളുകളാണ് അടിച്ചുകൂട്ടിയിട്ടുള്ളത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ ഛേത്രി 7 തവണയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം കൈക്കലാക്കിയത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.